ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ്. ജമ്മു കാശ്മീർ കിഷ്ത്വാറിൽ വീണ്ടും ഏറ്റുമുട്ടൽ. സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പ് നടക്കുകയാണ്. ഒരാഴ്ചയ്ക്കിടെ 3-ാം തവണയാണ് മേഖലയിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ 2 ഭീകര സംഘങ്ങൾ വനമേഖലയിൽ ഉണ്ട് എന്നാണ് നിഗമനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, തുടർച്ചയായി 3 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പ് നടക്കുന്നു എന്ന വാർത്ത വരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, ഇന്ന് രാവിലെ മുതലാണ് ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. നിലവിൽ ജമ്മുകശ്മീർ പോലീസ് നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് മേഖലയിൽ കനത്ത വെടിവെപ്പ് നടന്നു. വനമേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയപ്പോൾ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഭീകരരെ വധിച്ചതായുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണം ഇതുവരെ ജമ്മുകശ്മീർ പോലീസോ സൈന്യമോ നൽകിയിട്ടില്ല. കിഷ്ത്വാർ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈന്യവും CRPF-ഉം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി അവിടെ പരിശോധന തുടരുകയാണ്. നിലവിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 23-നും 26-നും, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ പോലും കിഷ്ത്വാർ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭീകരർ ശ്രമിച്ചിരുന്നു. 23-നും 26-നും ഇതേ മേഖലയിൽ ഏറ്റുമുട്ടൽ നടന്നു. വനമേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യത്തിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും പരിശോധനയും തുടർന്നു വരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പുണ്ടായി എന്നാണ് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചത്. അമൽ, ജമ്മു കാശ്മീർ കിഷ്ത്വാറിൽ വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത വെടിവെപ്പ് നടക്കുന്നു എന്ന വാർത്തയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.